പാല്യത്തുരുത്ത് ശ്രീനാരായണ സേവികാശ്രമം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും സംഘടിപ്പിച്ചു. ആശ്രമ അങ്കണത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം സ്വാമിനി ശാരദ പ്രിയമാത ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 21 വർഷങ്ങളായി അധ്യയനം നടത്തിവരുന്ന ആശ്രമം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 22ാം വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവുമാണ് ഫെബ്രുവരി 21 വെള്ളിയാഴ്ച ആശ്രമാങ്കണത്തിൽ സംഘടിപ്പിച്ചത്. രക്ഷകർതൃ പ്രതിനിധി CS സുബിൻ സ്വാഗതമർപ്പിച്ച ചടങ്ങിന് VSPM ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ സുരാജ് ബാബു അധ്യക്ഷത വഹിച്ചു. മഠാധിപതി സ്വാമിനി ശാരദ പ്രിയമാത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അധ്യാപകർക്കും നിഷ്കാമ സേവനം ചെയ്യുന്ന ട്രസ്റ്റ് ഭരണസമിതികൾക്കും ആദരണീയരായ മുൻ വിദ്യാർത്ഥികൾക്കും കൊച്ചുമക്കളുകൾക്കും എല്ലാവിധ സഹായ സഹകരണവും നൽകുന്ന എല്ലാ നാട്ടുകാർക്കും ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. VSPM ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി കൃഷ്ണമണി മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ മായാദേവി ഷാജി, പാല്യത്തുരുത്ത് SNDP ശാഖ പ്രസിഡന്റ് TA അനീഷ്, പൊതുസേവാ സംഘം പ്രസിഡന്റ് സുധീർ ബാബു, വാവക്കാട് SNDP ശാഖ പ്രസിഡന്റ് OB സോമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അറ്റ്മോസ്ഫിയർ മാത്രമല്ല, ഇവിടെ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പളും അധ്യാപകരും എത്ര സ്നേഹത്തോടു കൂടിയാണ് കുട്ടികളോട് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പഠിക്കുന്ന കുഞ്ഞുമക്കൾ ഭാഗ്യവന്മാരാണ്. നമ്മൾ ഇവിടുത്തെ കാര്യമല്ലേ, ഇവിടെ പൊതുവായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസമല്ല. ശ്രീനാരായണ ഗുരു ഒരിക്കൽ, അതായത് ഏകദേശം 105 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പുറ്റുകുത്തുന്ന പോലെയാണ്. നമ്മുടെ ഗുരു പറഞ്ഞതാണ് 105 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഏകദേശം നല്ല വിദ്യാഭ്യാസമായിരുന്നു. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം കണ്ടാൽ ഗുരു എന്ത് പറയുമായിരുന്നു എനിക്കറിയില്ല. ചടങ്ങിൽ സ്വാമിനി ശാരദ പ്രിയമാത കയ്യെഴുത്ത് മാസിക പ്രകാശനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ജാൻസി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ 10+2 മറ്റ് ഉന്നത വിദ്യാഭ്യാസ പ്രതിഭകളെ അതിഥികൾ എൻഡോമെന്റുകൾ നൽകി ആദരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.